നമ്മൾ കിദ്മാ സഹാറ സംഘം ഈ പ്രാവശ്യം മിനായില് സോൺ B3-ലാണുള്ളത്. അതിനൊരു പ്രത്യേകത, നമ്മൾ സാധാരണ ഉള്ള പോലെ ഉള്ള ടെന്റുകളല്ല. ടെന്റിൽ വ്യത്യസ്തമായി AC ആണ്, കംപ്ലീറ്റ് കവറിങ് ആണ്, മറ്റേ ഇതിന്റെ ഷീറ്റല്ല. അത് മാത്രമല്ല, നല്ല വിശാലമായ വളരെ മനോഹരമായി പരവതാനി വിരിച്ചുകൊണ്ട് തെല്ലാജുകൾ സെറ്റായിക്കൊണ്ട് അതുപോലെ ബഫേ സിസ്റ്റം വെച്ചുകൊണ്ട് പ്രയർ ഹാൾ സിസ്റ്റം ഉള്ള പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഭക്ഷണം നമ്മൾ ടെന്റിൽ തന്നെ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടത്. ഇവിടെ സാധാരണ ഒരു പാക്കറ്റാ തരിക, മറിച്ച് ഇവിടെ ഇപ്പം ഒരു ബൊഫേ സിസ്റ്റം ഒരുങ്ങാണ്. നമ്മളിപ്പോൾ നമ്മളെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ ഇവിടുന്ന് ചോയ്സിലുള്ള ഭക്ഷണം എടുത്ത് നമുക്ക് പുറത്ത് പോയിട്ട് ടെന്റിലോ പോയിട്ട് കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇത് ഓരോ ഏരിയയിലായിട്ട് ഇവിടെ നമുക്ക് തന്നെ നമ്മുടെ ഒരു ടീമിൽ തന്നെ 3 ബൊഫേ സിസ്റ്റം. തിരക്കുണ്ടാവും, എന്നാലും ഇങ്ങനൊരു സിസ്റ്റം മിനായിൽ ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. നോക്കി ബൊഫേ റെഡി ആകാൻ പോവാണ്. അതിന്റെ ഏരിയ ഞാൻ കാണിച്ചു. ഇവിടെയും AC ഉണ്ടെന്നില്ല ആവശ്യത്തിൽ AC കൂടി റൂം. ഓരോ ടെന്റുകളിലും പുറത്തിറങ്ങിയാൽ ഈ തെല്ലാജുകൾ ഇങ്ങനെ വരിക്കായിട്ട് കിടക്കുകയാണ്. നമ്മള് സോൺ B-യുടെ മറ്റൊരു പ്രത്യേകത, ഇങ്ങനെയുള്ള തല്ലാജുകൾ ഓരോന്ന് വെച്ചിരിക്കാണ്ട് ടെന്റിന്റെ പുറത്ത്. നമുക്ക് യഥേഷ്ടം വെള്ളം കുടിക്കാൻ, ജ്യൂസ് കുടിക്കാൻ, എല്ലാ പ്രാവശ്യവും ചായക്ക് റെഡിയാണ്. ഇതൊന്നും നമ്മുടെ CD-യിൽ കാണുമ്പോൾ ഒരു വെള്ളം പോലും നമുക്ക് ഇങ്ങനെ ഇതായി കിട്ടില്ല. വെള്ളം നമുക്ക് ക്യാബിൽ കൊണ്ടുവരുന്നല്ലാണ്ട് ജ്യൂസോ കാര്യങ്ങളോ തണുത്ത വെള്ളമോ ഇങ്ങനെ തെല്ലാജിലാക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് സംവിധാനമില്ല. അതാണ് എനിക്ക് മറ്റൊന്ന്. മിനായിൽ നമ്മൾ എപ്പോഴും മിനാ ടെന്റ് എന്നാണ് നമസ്കരിക്കുക. പക്ഷെ ഇവിടെ പ്രയർ ഹാൾ വേറെ തന്നെ, ചെറിയ ഏരിയയിലും എന്നാലും പ്രയർ ഹാൾ ഉണ്ട്. വേണമെങ്കിൽ പുറത്ത് വന്ന് നിൽക്കുന്നവർക്ക് ഈ പ്രയർ ഹാൾ ഉപയോഗിക്കാം. ഇത് മിനയിൽ ആദ്യമായിട്ടാണ്. ചെറിയ ഏരിയ ആണ്, ഇത് എല്ലാവർക്കും വന്ന് എല്ലാവരും ടെന്റ് തന്നെ ഇപ്പൊ നിസ്കരിക്കാം. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് വന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു സ്പേസ് മിനയിൽ ഉണ്ടാക്കിയതിന്റെയാണ് B കാറ്റഗറിയുടെ മറ്റൊരു പ്രത്യേകത.